മൈ ചാനൽ. അപ്പോൾ ഇന്ന് സോയാ ചങ്ക്സ് കൊണ്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഒരു കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ആ സോയ ചങ്ക്സ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ വലിയ സോയ ചങ്ക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ച് വെച്ചിരിക്കുക. അപ്പോഴേക്കും ആ സോയ ചങ്ക്സൊക്കെ സോഫ്റ്റ് ആവും. ആ സോയ ചങ്ക്സിനെ വലിയ സോയ ചങ്ക്സ് ആയതുകൊണ്ട് ഞാൻ 2ആയിട്ടോ 3ആയിട്ടോ കട്ട് ചെയ്തിടുന്നുണ്ട്. കാരണം ഇതിലേക്ക് ഗ്രേവിയൊക്കെ പിടിക്കാനായിട്ടാണ്. എന്നിട്ട് പച്ചവെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ആ ജലാംശമൊക്കെ അതൊന്ന് പോയിട്ട് അതൊന്ന് സോഫ്റ്റായി നമുക്ക് അതിലോട്ട് ഗ്രേവി പിടിക്കാനായിട്ടാണ് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ പിഴിഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട് സോയ ചങ്ക്സൊക്കെ. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു പാൻ എടുക്കുക. അതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഓയിലൊന്ന് ചൂടാകുമ്പോഴേക്കും 1/4 ടീസ്പൂണോളം അളവ് കടുകിട്ട് നമ്മൾ പൊട്ടിക്കുകയാണ്. അതിനുശേഷം ഒരു വലിയ ബിരിയാണി ഇല, പട്ട 1 കഷ്ണം, ഏലക്ക 2 എണ്ണം, ഗ്രാമ്പു 2 എണ്ണം, ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ആ ഫ്ലേവറൊക്കെ ആ എണ്ണയിൽ നിന്ന് വരുന്ന ഒരു മണം വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകൊക്കെ ഞാൻ 2ആയിട്ട് വിണ്ട് കീറിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് സവോളയാണ്. സവോള ഞാനിപ്പോൾ 2 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. വലിയ സവോളയാണെങ്കിൽ ഒരു വലിയ സവോള എടുക്കുക. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവോള പെട്ടെന്ന് നന്നായിട്ട് വഴന്ന് കിട്ടും. അപ്പോൾ സവോള എറൗണ്ട് ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുത്താലും മതിയാവും. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം അളവ് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാല കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുമ്പോഴേക്കും കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്താലും മതിയാവും. എരിവ് കുറവ് വേണമെന്നുള്ളവർക്ക്, കുട്ടികൾക്ക് കൊടുക്കുന്നവർക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏതാണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒത്തിരി ജലാംശമുള്ള നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴുക്കാത്ത തക്കാളി, ഇച്ചിരി വെള്ളമൊക്കെ കുറവുള്ള ആ തക്കാളിയാണ് നമുക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളം ഒന്നും ആഡ് ചെയ്യാണ്ട് ഡയറക്റ്റും ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മസാല നമുക്ക് തയ്യാറാക്കി എടുക്കണം. ഇതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഫസ്റ്റ് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂണോളം അളവ് പെരിഞ്ജീരകം നമ്മൾ ചേർത്ത് കൊടുക്കുക. വലിയ ജീരകമാണ്. എന്നിട്ട് 1 ടീസ്പൂണോളം അളവ് നല്ല ജീരകം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് 1 കഷ്ണം പട്ട, 1 ഏലക്ക, 1 ഗ്രാമ്പു, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ എറൗണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തിട്ടില്ലെങ്കിൽ ആ സ്പാച്ചില കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏതാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഗ്രേവി നമുക്ക് കിട്ടുന്നില്ല. ഗ്രേവി ഇച്ചിരി തിക്കായിരിക്കുന്ന കാരണം ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എക്സ്ട്രാ 1 കപ്പ് വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സോയ ചങ്ക്സൊക്കെ ഇട്ട് നന്നായിട്ട് ആ സോയ ചങ്ക്സിലോട്ടൊക്കെ ഈ ഗ്രേവി ഒന്ന് പിടിക്കണമെങ്കിൽ ആദ്യം നമുക്കൊരു ലൂസായിട്ടുള്ള ഒരു ഗ്രേവിയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതിനുശേഷം നമ്മളതൊരു 10 മിനിറ്റ് ലോ ടു മീഡിയമിൽ ഇട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും ആ ഗ്രേവിയൊക്കെ ആ സോയ ചങ്ക്സിലോട്ട് നന്നായിട്ട് പിടിച്ച് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് പാകത്തിനാണോ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് കറക്റ്റായിട്ട് ഒരു ലൂസ് പരുവത്തിൽ നമ്മൾ ഗ്രേവി ഇതാ തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ സോയ ചങ്ക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിതൊരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഗ്രേവിയൊക്കെ നന്നായിട്ട് ഈ സോയ ചങ്ക്സിൻ്റെ അകത്തോട്ട് പിടിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ കുറച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയിലയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. മല്ലിയിലയുടെയൊക്കെ നല്ല മണം തന്നെ ആ ഗ്രേവിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നല്ല വെജിറ്റേറിയൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.